നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സാമ്പത്തികമായ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരു ബിസിനസ് അതിന്റെ മാർക്കറ്റിംഗ് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ചാണ്. ഹാർവർഡ് ബിസിനസ് റിവ്യൂവിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഒരു സാമ്പത്തിക മാന്ദ്യം വരികയാണ്. സ്വാഭാവികമായും എല്ലാ ബിസിനസ്സുകളും ആദ്യം ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. മാർക്കറ്റിങ്ങിന് ഇത്രയും പണം മുടക്കുന്നത് നിർത്തണോ? ആ ബഡ്ജറ്റ് അങ്ങ് വെട്ടിക്കുറച്ചാലോ? പക്ഷേ അത് ശരിക്കും ഒരു നല്ല തീരുമാനമാണോ? ഹാർവാർഡ് ബിസിനസ് റിവ്യൂ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രതിസന്ധി വരുമ്പോൾ അങ്ങനെ കണ്ണുമടച്ച് എല്ലാ ചെലവുകളും കുറയ്ക്കുന്നത് ഒരു വലിയ തെറ്റാണ്. അത് നമ്മുടെ കമ്പനിയുടെ ഭാവിയെ തന്നെ ദോഷകരമായി ബാധിച്ചേക്കാം. അപ്പോൾ ഇവിടെ വേണ്ടത് ഒരു വെട്ടുകത്തിയല്ല, മറിച്ച് ഒരു സർജന്റെ കത്തിയാണ്. അതായത് എല്ലാ ചെലവും ഒരുമിച്ച് വെട്ടിക്കുറയ്ക്കുന്നതിന് പകരം വളരെ സൂക്ഷിച്ച് കൃത്യമായി കാര്യങ്ങൾ ചെയ്യണം. അതിന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സമയത്ത് നമ്മുടെ കസ്റ്റമേഴ്സ് എങ്ങനെയാണ് ചിന്തിക്കുന്നത്? ഈ ലേഖനത്തിലെ പ്രധാന ആശയം ഇതാണ്. ഉപഭോക്താക്കളെ അവരുടെ സാമ്പത്തിക സാഹചര്യങ്ങളോടുള്ള ഒരു വൈകാരിക പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിൽ 4 ഗ്രൂപ്പുകളായി തിരിക്കുകയാണ്. അതിലെ ആദ്യത്തെ വിഭാഗമാണ് ഈ സഡൻ ബ്രേക്ക് ഇടുന്നവർ. പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ സാമ്പത്തികമായി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്നവരാണിവർ. അതുകൊണ്ടുതന്നെ കിട്ടുന്ന എല്ലാ വഴികളിലൂടെയും അവർ ചെലവ് കുറയ്ക്കാൻ നോക്കും. രണ്ടാമത്തെ വിഭാഗം വേദനയുണ്ടെങ്കിലും ക്ഷമയോടെ കാത്തിരിക്കുന്നവരാണ്. ഇതാണ് ഏറ്റവും വലിയ ഗ്രൂപ്പ്. ഇവർ ചിലവൊക്കെ കുറയ്ക്കും, പക്ഷേ ഭാവിയിൽ കാര്യങ്ങൾ ശരിയാകും എന്നൊരു ശുഭാപ്തി വിശ്വാസം അവർക്കുണ്ടാകും. മൂന്നാമത്തെ വിഭാഗം സാമ്പത്തികമായി നല്ല ഭദ്രതയുള്ളവരാണ്. സാധാരണഗതിയിൽ ഉയർന്ന വരുമാനമുള്ളവർക്ക് ഈ സാമ്പത്തിക പ്രതിസന്ധി അത്ര വലിയൊരു പ്രശ്നമായിരിക്കില്ല. അവരുടെ ചിലവഴിക്കലിൽ വലിയ മാറ്റങ്ങളൊന്നും വരില്ല. അവസാനത്തെ വിഭാഗം ഇന്നേക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. ഇവർ സാധാരണയായി ചെറുപ്പക്കാരൊക്കെ ആയിരിക്കും. സമ്പാദ്യത്തെക്കുറിച്ചൊന്നും അത്ര വേവലാതിപ്പെടാതെ യാത്രകൾക്കും മറ്റനുഭവങ്ങൾക്കുമായി പണം ചെലവഴിക്കുന്ന ഒരു കൂട്ടർ. ഓക്കെ, അപ്പോൾ ഈ 4 തരം ആളുകളെ നമ്മൾ കണ്ടു. ഇനി ഏറ്റവും രസകരമായ കാര്യം, ഇവർ ഓരോരുത്തരും സാധനങ്ങൾ വാങ്ങുന്ന രീതി എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു നോക്കാം. ഓരോ ഗ്രൂപ്പും അവരുടെ ആവശ്യങ്ങൾക്ക് എങ്ങനെയാണ് മുൻഗണന കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവും. അവർ വാങ്ങുന്ന സാധനങ്ങളെ നമുക്ക് പ്രധാനമായും 4 തിരിക്കാം. 1. അവശ്യവസ്തുക്കൾ, അതായത് ഭക്ഷണം, താമസം പോലെ ജീവിക്കാൻ അത്യാവശ്യമുള്ളവ. 2. ചെറിയ സന്തോഷങ്ങൾ, ഇടയ്ക്കൊക്കെ സ്വയം ഒന്ന് ട്രീറ്റ് ചെയ്യാൻ വാങ്ങുന്ന ചെറിയ കാര്യങ്ങൾ. 3. മാറ്റിവെക്കാവുന്നവ, ഇപ്പോൾ വാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, പിന്നീട് വാങ്ങാമെന്ന് കരുതുന്നവ. 4. ഒഴിവാക്കാവുന്നവ, അതായത് തീർത്തും അനാവശ്യമെന്ന് തോന്നുന്നവ. ഈയൊരു ചിത്രം നോക്കൂ. ഇത് കൃത്യമായി കാണിക്കുന്നുണ്ട് ഒരു സാമ്പത്തിക മാന്ദ്യം വരുമ്പോൾ ആളുകളുടെ മനസ്സിൽ എന്ത് മാറ്റമാണ് വരുന്നതെന്ന്. ഇന്നലെ വരെ നമുക്ക് വളരെ അത്യാവശ്യമെന്ന് തോന്നിയ ഒരു സാധനം ഇന്നൊരു പക്ഷേ അത്ര ആവശ്യമില്ലാത്ത ഒന്നായി മാറിയേക്കാം. ഇതാണ് ഈ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ലൈഡ്. ഓരോ വിഭാഗം ഉപഭോക്താക്കളും ഈ 4 തരം സാധനങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ഇതിൽ വ്യക്തമായി കാണാം. ഇത് നോക്കിയാൽ തന്നെ നിങ്ങളുടെ ബിസിനസ് തന്ത്രങ്ങൾ എങ്ങനെ മാറ്റണമെന്ന് ഒരു ഐഡിയ കിട്ടും. ശരി, അപ്പോൾ ഈയൊരു ഫ്രെയിംവർക്ക് നമുക്ക് കിട്ടി. ഇനി ഇത് വെച്ചിട്ട് നമ്മുടെ ബിസിനസ്സിനായി നല്ല സ്മാർട്ടായിട്ടുള്ള സ്ട്രാറ്റജികൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒന്നാമത്തെ തന്ത്രം നിങ്ങളുടെ പ്രൊഡക്റ്റ് ലൈൻ ഒന്ന് ഒതുക്കുക എന്നതാണ്. ഒരുപാട് തരം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് പകരം ഏറ്റവും പ്രധാനപ്പെട്ടവയിൽ, ഏറ്റവും നന്നായി വിറ്റുപോകുന്നവയിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. അതായത് ഒരുപാട് സൈസുകളും ഫ്ലേവറുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കുന്നത് നല്ലതാണ്. വേദനയോടെ കാത്തിരിക്കുന്ന ഉപഭോക്താക്കൾക്ക് വേണ്ടി കുറഞ്ഞ വിലയിലുള്ള നല്ല മോഡലുകൾ കൊണ്ടുവരാം. പിന്നെ ഉൽപ്പന്നത്തിന്റെ ഈട് കുറയ്ക്കുന്ന ഫീച്ചറുകൾ വല്ലതുമുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, പുതിയ കണ്ടുപിടുത്തങ്ങൾ പൂർണ്ണമായി നിർത്തരുത്. മാർക്കറ്റ് തിരികെ വരുമ്പോൾ അവതരിപ്പിക്കാനായി പുതിയ ആശയങ്ങൾ റെഡിയാക്കി വെക്കണം. രണ്ടാമത്തെ തന്ത്രം വില ആളുകൾക്ക് താങ്ങാനാവുന്ന ഒന്നാക്കി മാറ്റുക എന്നതാണ്. കാരണം സാമ്പത്തിക പ്രതിസന്ധിയുടെ സമയത്ത് സ്വാഭാവികമായും എല്ലാവരും നല്ല ഡീലുകൾക്കായി തിരയും. വില മൊത്തത്തിൽ കുറയ്ക്കാതെ തന്നെ ഉൽപ്പന്നങ്ങൾ കൂടുതൽ ആകർഷകമാക്കാൻ കുറച്ചു വഴികളുണ്ട്. ഉദാഹരണത്തിന്, വാങ്ങുമ്പോൾ തന്നെ ഡിസ്കൗണ്ടുകൾ കൊടുക്കാം, അല്ലെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് ഒരു ഫൈറ്റർ ബ്രാൻഡ് തന്നെ തുടങ്ങാം. അതുമല്ലെങ്കിൽ പാക്കറ്റിന്റെ സൈസ് കുറച്ച് അതിനനുസരിച്ച് വില കുറയ്ക്കാം. കൂടുതൽ വാങ്ങുന്നവർക്ക് ഡിസ്കൗണ്ട് കൊടുക്കുന്നതും ഒരു നല്ല ഐഡിയയാണ്. മൂന്നാമത്തെ കാര്യം ബ്രാൻഡ് വിശ്വാസം ശക്തിപ്പെടുത്തുക എന്നതാണ്. കാരണം ഒരു പ്രതിസന്ധി വരുമ്പോൾ ആളുകൾക്ക് കൂടുതൽ ആശ്രയിക്കാൻ തോന്നുന്നത് അവർക്ക് മുൻപരിചയമുള്ള, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ബ്രാൻഡുകളെയായിരിക്കും. ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഡെൽ. പ്രയാസമുള്ള സമയങ്ങളിൽ ലളിതമായ പരിഹാരങ്ങൾക്കായി ഡെല്ലിനെ ആശ്രയിക്കാം എന്നതുപോലുള്ള പരസ്യങ്ങളിലൂടെ അവർ ഉപഭോക്താക്കൾക്ക് ഒരു ഉറപ്പ് നൽകി. ഇത് അവരുടെ വിശ്വാസം കൂട്ടാൻ ഒരുപാട് സഹായിച്ചു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും,
ബ്രാൻഡ് നിലനിർത്താൻ പരസ്യം ചെയ്യണം, പക്ഷേ അതിന് ഒരുപാട് പണം വേണ്ടേന്ന്. എന്നാൽ കുറഞ്ഞ ചിലവിൽ പരസ്യം ചെയ്യാനും ചില സ്മാർട്ട് വഴികളുണ്ട്. ഉദാഹരണത്തിന് 30 സെക്കൻഡിന്റെ TV പരസ്യത്തിന് പകരം 15 സെക്കൻഡിന്റെ പരസ്യം ചെയ്യാം, അല്ലെങ്കിൽ TVക്ക് പകരം റേഡിയോയോ ഡിജിറ്റൽ മീഡിയയോ ഉപയോഗിക്കാം. അവിടെ നമുക്ക് കുറഞ്ഞ ചിലവിൽ കൃത്യം ആളുകളിലേക്ക് എത്താൻ സാധിക്കും. ഇനി നമുക്ക് ഈ പ്രതിസന്ധിക്കപ്പുറത്തേക്ക് നോക്കാം. കാരണം ഇപ്പോഴത്തെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരല്ലോ, ദീർഘകാലത്തേക്ക് നമ്മൾ എങ്ങനെ തയ്യാറെടുക്കണം എന്നതും പ്രധാനമാണ്. ഒരു വലിയ സാമ്പത്തിക മാന്ദ്യം കഴിഞ്ഞാൽ പലപ്പോഴും ആളുകളുടെ വാങ്ങൽ ശീലങ്ങളിൽ സ്ഥിരമായ മാറ്റങ്ങൾ വരാം. പണം ചിലവഴിക്കുന്നതിൽ അവർ കൂടുതൽ ശ്രദ്ധാലുക്കളായി മാറും. ആ ഒരു ശീലം ചിലപ്പോൾ മാന്ദ്യം കഴിഞ്ഞാലും തുടർന്നേക്കാം. അതായത് ഭാവിയിൽ ഉപഭോക്താക്കളുടെ മൂല്യങ്ങളിലും മാറ്റങ്ങൾ വരും. ഒരുപക്ഷേ അവർ ഭൗതികമായ കാര്യങ്ങൾക്ക് അത്ര പ്രാധാന്യം കൊടുക്കില്ല. പരിസ്ഥിതിയെക്കുറിച്ചും സാമൂഹിക ഉത്തരവാദിത്വത്തെക്കുറിച്ചുമൊക്കെ അവർ കൂടുതൽ ചിന്തിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന കമ്പനികളെയായിരിക്കും അവർ കൂടുതൽ ഇഷ്ടപ്പെടുക. അപ്പോൾ അവസാനം നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: നമ്മുടെ ഉപഭോക്താക്കൾ ഓരോ ബിസിനസ്സിനെയും ഒരു സൂക്ഷ്മദർശിനിയിലൂടെന്ന പോലെ നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ അവരുടെ പുതിയ മൂല്യങ്ങളെയും പ്രതീക്ഷകളെയും ഉൾക്കൊള്ളുന്ന എന്തായിരിക്കും അവർ നമ്മുടെ ബിസിനസ്സിൽ കാണുക?